ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ സമയം 12 മണിയായി. നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും പോത്തുകളെ ഒരു 12 മണിയാകുമ്പോൾ വെള്ളത്തിലൊക്കെ ഇറക്കിടാനൊന്നും ശ്രദ്ധിക്കാം. ഇപ്പോൾ രണ്ടാളിപ്പോൾ എന്നെ കാണാണ്ടായപ്പോൾ കറച്ചിൽ തുടങ്ങിയിരിക്കുക. പോരൊന്ന് നമ്മൾ വെള്ളത്തിലിറക്കാനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഒരു വെള്ളത്തിലിപ്പോൾ നമ്മൾ ഒരു 12 മണിക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കയറില്ല. ഞാനൊരു 4 മണിയാകുമ്പോൾ വരൊന്ന് കയറ്റി പുല്ലിലേക്ക് കെട്ടാമെന്ന് വിചാരിച്ച് ചെന്നാൽ അവർ വെള്ളത്തിൽ നിന്ന് നനയ്ക്കില്ല. അപ്പോൾ പിന്നെ ഞാനും കയറ്റാൻ നിൽക്കില്ല. ഏകദേശം ഒരു 6 മണി വരെ ഒരു വെള്ളത്തിൽ കിടക്കും. ഒരാൾക്കട്ടയക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഒരാൾ അയച്ചോട്ടുണ്ട്, നടന്ന് പോകുന്നുണ്ട്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അവനൊന്ന് അയക്കണം. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഒന്ന് വീട്ടിൽ പോവും. ചില ദിവസം ഞാൻ കന്നളനാശം കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് കുറച്ച് കന്നളുണ്ട് അവിടെ. ചിലപ്പോൾ അതൊന്ന് കുടിച്ചിട്ട് വളർത്തി പൊക്കോളും. പിടിച്ച് വലിച്ചിട്ട് അഴിക്കാൻ ഭയങ്കര പാടാ. അനങ്ങാണ്ട് നിൽക്കറാടാ, കെട്ടായിക്കട്ടാ. ഇടുവാ. പൊക്ക ഓടണം, നട കുളിക്കാനോ ഓടണം. അവിടെ വട്ടയിൽ കന്നണം വെച്ചിട്ടുണ്ട്. ചോ ഒന്നും വയ്ക്കല്ലോ, കുടിക്കടാ. അങ്ങനെ പറ്റിയില്ല, ഞാൻ കുറച്ച് കുടിച്ചാണ് പോണ്. ഞാൻ കുടിക്കണുണ്ട്. കന്നെള്ളം മതിയാക്കിത്താ. ഇനി നേരെ കുളത്തിലേക്കുള്ള പരിപാടിയാണ്. എന്നാലും പിന്നെ നമ്മൾ കൊണ്ടുപോകണ്ട, അവർക്കറിയാം കുളമൊക്കെ. ആ സമയമാകുമ്പോൾ നമ്മൾ അയച്ചു വിട്ടാൽ പിന്നെ അവർ നേരെ കുളത്തിൽ പോയിട്ട് കിടന്നോളും. ഡെയിലി ഞാനിങ്ങനെ വെള്ളത്തിൽ എടുത്തിട്ടാണ് ഒരു 12 മണിയാകുമ്പോൾ. കാലത്ത് നമ്മളൊരു 8:30 കുറച്ച് കയറ്റിട്ട് വീട്ടിലുള്ള ചോറ് കന്നളൊക്കെ കൊടുക്കും. അതേ തന്നെ ഒരു 9 മണി 9:30 ആകുമ്പോൾ നമ്മൾ പാടത്ത് കൊണ്ട് കെട്ടും, പുല്ലുള്ളിടത്ത് കെട്ടും. എന്നിട്ട് ഒരു 12 മണി വരെ അവിടെ നിന്ന് പുല്ലൊക്കെ തിന്നും. അതൊക്കെ എൻ്റെ ഒരു 12 മണിയാകുമ്പോൾ ഞാൻ അയക്കാം വെള്ളത്തിൽ കൊണ്ട് നിർത്താനായിട്ട്, കിടത്താനായിട്ട്. നടക്കടാ, നടക്ക്. 9 മണിക്ക് ശേഷം പിന്നെ വെള്ളത്തിലാണ് അവർ. വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട അവർക്ക്, പുല്ലൊന്നും വേണ്ട, വെള്ളം മതി. ഞാൻ പോത്തിനെ കെട്ടുന്ന പാടങ്ങളിട്ടായി കാണുന്നതൊക്കെ ഫുള്ള് തയ്യപ്പാണ്. അതൊക്കെ തെങ്ങാണ് ഫുള്ള്. ഇവിടെയൊക്കെ ഞാൻ കെട്ടുന്ന സ്ഥലങ്ങളാണ്. ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട്, ഏറ്റം വരെ ഉണ്ട് തെങ്ങൻ തോപ്പുകളും. ഭാഗത്തൊക്കെ നമ്മൾ കെട്ടാം. തോടും ഉണ്ട്. അപ്പോൾ പുല്ലും തിന്നും. അപ്പോൾ തോട്ടിൽ വെള്ളത്തിൽ കിടക്കുകയും ചെയ്യാം. ഇപ്പോൾ തോട്ടിലെ വെള്ളമൊക്കെ വറ്റിരിക്കുക. അപ്പോൾ വലിയ കുഴിയിൽ മാത്രം വെള്ളമുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കുഴിയുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ ഇട്ടുള്ള കെടുത്താനായിട്ട് പോകണം. ഇങ്ങടെ ഓടാണ്ട് പോവാ. ഇവിടെയാണ് ഇപ്പോൾ വലിയൊരു കുഴി ഉള്ളത്. ഇതിൽ പിന്നെ ഫുള്ള് വെള്ളം ഉണ്ടാവും. ഇഷ്ടംപോലെ വെള്ളം. എന്താണ് കിടക്കും. ഫുള്ളായിട്ട് മുങ്ങാനുള്ള വെള്ളം ഉണ്ട്. ഇതിന് ഇറങ്ങി കിടന്ന് നല്ലോണം വെള്ളം ഉണ്ടാവും. ഒരാളമ്മ ഈ തെങ്ങമ്മ കെട്ടും, ഒരാൾ ആ പോസ്റ്റ്മനും കെട്ടും. ഇങ്ങനെ ഒരു 6 മണി വരെ അവിടെ കിടക്കും.
6 മണിയായിട്ട് എനിക്കുള്ളൂ. 4 മണിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പുല്ലിലേക്ക് കെട്ടാമെന്ന് വിചാരിച്ച് കറക്കി കയറി കെട്ടാമെന്ന് വിചാരിച്ച് വരും. പക്ഷേ ഇവരെ വിളിക്കുമ്പോൾ പോരില്ല. നമുക്ക് കയറ് പിടിച്ച് വലിച്ചാലും കയറില്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. 6 മണിക്ക് അയച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് ഓടും. പുല്ല് തിന്നാനും നിൽക്കില്ല. നമ്മളെ നാടൻ പോത്തുകളെ പോലെ അല്ല അവർ. നാടൻ പോത്തൊക്കെ നമ്മൾ അയച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടേക്കുള്ള പുല്ലുകളൊക്കെ തിന്നിട്ട് ആ വീട്ടിലേക്ക് പോരുള്ളൂ. ഇവരങ്ങനെയല്ല. ഇവർ ഇവിടെ നിന്ന് അയച്ചാൽ നേരെ വീട്ടിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് നമ്മൾ കൊടുക്കണ ഭക്ഷണമാണ് കഴിക്കുക. പ്രത്യേകത ഉണ്ട് ഇവർക്ക്. നമ്മൾ ഹരിയാനയിൽ കൊണ്ടുവന്നിട്ടുള്ള പോത്താണ് അത് രണ്ടും. നമ്മൾ മലപ്പുറം ബഫലോ ഫാമിൽ നിന്ന് എടുത്തതാണ്. ഏകദേശം ഒരു 5 മാസമായി ഇപ്പോൾ നമ്മൾ എടുത്തിട്ട്. കുഴപ്പമില്ല, നല്ല വളർച്ചയിൽ വരുന്നുണ്ട്. ഏകദേശം ഒരു 2 മാസം കൂടി നല്ല രീതിയിൽ നോക്കിയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അവിടെ നമ്മുടെ വടക്കേല വേറൊരു പോത്ത് കിടക്കണം. തൊട്ടയിലാക്കത്തെ പോത്തണം. എന്ത് ഹരിയാനയല്ല, നമ്മുടെ ചന്തയിൽ നിന്ന് മേടിച്ചുള്ള കുട്ടിയാണ്. പക്ഷെ നല്ല കുട്ടിയാണ് അത്. ഞാൻ തന്നെ മേടിച്ചു കൊടുത്ത കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും ചൂട് കൂടിയിരിക്കുകയാണ്. ഉച്ചയാകുമ്പോൾ എല്ലാവരും ഒന്ന് വെള്ളത്തിലിറക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എത്തിയുള്ളൂ. പരമാവധി എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.